ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായൊരു ദോശയുടേതാണ്. മുട്ട ദോശ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാൻ വളരെ ഹെൽത്തി ആണ് കേട്ടോ. ഇത് ദോശയ്ക്ക് കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പൊ അവര് വളരെ പെട്ടെന്ന് തന്നെ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുട്ടികൾക്ക് മാത്രല്ല എല്ലാവർക്കും കഴിക്കാട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ദോശ മാവാണ്. പിന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അതുപോലെ കുറച്ച് മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയും എടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കാം. തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നമ്മൾ ഓംലെറ്റിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നന്നായിട്ട് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. മുട്ടയും ഈ വെജിറ്റബിൾസും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ എങ്ങനെ ചുടുന്നത് നോക്കാം. ആദ്യം നമ്മൾ ദോശ കല്ലില് അല്ലെങ്കിൽ ദോശ പാനില് കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ദോശ തയ്യാറാക്കുന്ന പോലെ വളരെ തിന്നായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ദോശമാവിൽ ഉപ്പിടണം കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ദോശ ചൂടാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ട് ഇതൊരു 3/4 വേവാവുന്ന ടൈമിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ മുട്ടയുടെ കൂട്ട് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ തീ. എന്നിട്ട് ഈ മുട്ടയുടെ കൂട്ട് ദോശയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയിലക്ക് പകരം നിങ്ങൾക്ക് കറിവേപ്പിലയും ഉപയോഗിക്കാം. കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ദോശയും അതുപോലെ മുകളിൽ ഒഴിച്ച മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. എല്ലാം നന്നായിട്ട് വെന്ത് വന്നാൽ നമുക്ക് ഈ ദോശയെ പാനിൽ നിന്നും മാറ്റാം. കണ്ടോ, അങ്ങനെ ഇപ്പൊ നമ്മുടെ വളരെ ഹെൽത്തി ആയ മുട്ടദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ കിടിലൻ മുട്ടദോശ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഓൾ എന്നൊരു ഓപ്ഷൻ വരും, ആ ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.